സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ദൈവപ്രസാദം ലഭിക്കുമോ? ലഭിക്കുമെന്നാണ് പൊതുവെ മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ സൽക്കർമ്മങ്ങളെക്കാൾ അതിൻ്റെ അന്തരോദ്ദേശമാണ് ദൈവം ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്ന് കായീൻ്റെയും ഹാബേലിൻ്റെയും യാഗങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തിനു ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ബഹുഭൂരിപക്ഷത്തിനും ചാരിറ്റി ഇന്ന് വെറും ബിസിനസ് മാത്രമാണ്. സഹതാപതരംഗമുയർത്തി പണം സമാഹരിക്കുവാനും ചാരിറ്റിയുടെ മറവിൽ നികുതി വെട്ടിക്കുവാനും പൊതുജന സേവനമെന്ന് പറഞ്ഞ് പ്രശസ്തി ഉണ്ടാക്കുവാനുമുള്ള പ്രവണത ഈ കാലത്ത് പ്രബലമാണ്. തൻ്റെ മിടുക്കുകൊണ്ടുണ്ടാക്കിയത് തൻ്റെ അംഗീകാരത്തിനായി ദൈവസന്നിധിയിൽ യാഗമായി കൊണ്ടുവന്ന കായീൻ്റെ യാഗത്തെ ദൈവം അവഗണിച്ചു. തൻ്റെ സഹോദരനെ ദൈവം അംഗീകരിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം കായീൻ്റെ മനസ്സിലിരിപ്പിനെ വ്യക്തമാക്കുന്നതായിരുന്നു. എങ്ങനെയും കുറെ നല്ല കാര്യങ്ങൾ ചെയ്തെന്നാൽ അത് ദൈവികമാകുന്നു എന്ന് ചിന്തിക്കുന്നത് കായീൻ്റെ മനോഭാവമാകുന്നു. എന്ത് വില കൊടുത്തും ദൈവിക പ്രമാണങ്ങൾക്കുള്ളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്കും വരും തലമുറകൾക്കും അനുഗ്രഹമാകും. ഈ വലിയ സത്യം ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു ഒന്നാന്തരം പാഠമാകുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതാണ് ശ്രദ്ധിക്കുവാനുള്ളത്. സ്വയപരിശോധനയോടെ നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് പാപത്തിന്റെ വേരും 4-ാം അധ്യായത്തിൽ കാണുന്നത് പാപത്തിന്റെ ഫലവുമാകുന്നു. പാപം എത്രമാത്രം നികൃഷ്ടമാകുന്നു. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നതിനാൽ മനുഷ്യൻ കഷ്ടപ്പെടുക മാത്രമായിരുന്നില്ല. ഇതത്രേ നാം 4-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ എന്തെല്ലാം വാസ്തവത്തിൽ സംഭവിച്ചു എന്നാകുന്നു. ഒന്നിനു പുറകെ ഒന്നായി സന്തുലിത നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഈ പരിതാപകരമായ സ്ഥിതി. മനുഷ്യന്റെ അവിശ്വാസവും അനുസരണക്കേടും മൂലം അവൻ ദൈവത്തിൽ നിന്നും അകന്നു. തന്റെ മേലും തന്റെ വർഗത്തിന്മേലും ദൈവത്തിന്റെ ന്യായവിധി വരുത്തിവെച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ആ നഷ്ടപ്പെട്ട സ്വഭാവം തന്നെ ലഭിക്കുകയുണ്ടായി. സുഹൃത്തെ, നമ്മുടെ പിതാവിനുണ്ടായിരുന്ന അതേ സ്വഭാവം നമുക്കുമുണ്ടായി. ആദാം നമുക്കെല്ലാവർക്കും വളരെ മോശമായൊരു സ്വഭാവം നൽകി എന്ന് ചുരുക്കം. ആദാമിൻ്റെയും ഹവ്വായുടെയും 2 മക്കളുടെ അനുഭവത്തിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ മക്കളുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവർ 2 പേരുടെ രേഖ മാത്രമേ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളൂ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം എടുത്തോ, നോക്കിക്കാട്ടെ. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, തങ്ങളുടെ പ്രശ്നങ്ങൾ നീണ്ടുപോകുമെന്ന് ആദാമും ഹവ്വായും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതത്രേ. കായീൻ ജനിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു കാണും, ഹോ, ഇതാ ദൈവത്തിൽ നിന്നും എനിക്ക് ആ സന്തതിയെ ലഭിച്ചു. ദൈവമല്ലേ അരുളി ചെയ്തത്, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കുമെന്ന്? ഇതാ ഇവിടെ അവൻ. എന്നാൽ കായീൻ ആയിരുന്നില്ല ആ വ്യക്തി. അവൻ ഒരിക്കലും ഒരു രക്ഷകനായിരുന്നില്ല. പിന്നെയോ അവൻ ഒരു കൊലപാതകനായിരുന്നു. കുറഞ്ഞത് 6000 വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു, അതിനേക്കാൾ കൂടുതലായെന്ന്, സ്ത്രീയുടെ സന്തതിയും പാമ്പിന്റെ സന്തതിയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ അവൾ തന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായി തീർന്നു. നാം കാണുവാൻ ആഗ്രഹിച്ച 2 പേർ ഇവരത്രേ. 3-ാം വാക്യം, കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് എന്നുള്ള പ്രയോഗം മറ്റ് ഭാഷകളിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദിവസങ്ങളുടെ അവസാനത്തിൽ എന്ന അർത്ഥമാണ് വരുന്നത്. ശ്രദ്ധിച്ചാട്ടെ, അങ്ങനെ വരുമ്പോൾ അത് ശബത്ത് ദിവസം എന്ന അർത്ഥം വരും. ദൈവം നിവർത്തനായ ദിവസം കായീൻ കൊണ്ടുവന്നു എന്നതിൻ്റെ ആശയം ഒരു നിയോഗിക്കപ്പെട്ട സ്ഥലം എന്നതത്രേ. അങ്ങനെ ഒരു ധ്വനി ഇവിടെ വരുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി അവർ ഒരു വഴിപാട് കൊണ്ടുവരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ ഇതൊക്കെ ചെയ്തത് ഒരു വെളിപ്പാടിനാലാണ്. അങ്ങനെയായിരുന്നു
എന്നെനിക്കറിയാം. കാരണം എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ എങ്ങനെയാണ് ഹാബേലിന് അത് വിശ്വാസത്താൽ അർപ്പിക്കാൻ കഴിഞ്ഞത്? റോമാലേഖനം 10 അധ്യായത്തിന്റെ 17 വാക്യം വ്യക്തമായി പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന്. ഇതേക്കുറിച്ച്, അതായത് യാഗം അർപ്പിക്കേണ്ടതിനെക്കുറിച്ച്, ആരാധന കഴിക്കേണ്ടതിനെക്കുറിച്ച് ദൈവം തന്റെ വചനം അഥവാ ദൈവം സംസാരിച്ചിട്ടുണ്ടാകും എന്നതുറപ്പാണ്. അല്ലെങ്കിൽ ഹാബേലിന് ഒരിക്കലും വിശ്വാസത്താൽ കടന്നു വരുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വിശ്വാസത്താലാണല്ലോ അവൻ വന്നത്. അവന്റെ സഹോദരൻ ആ മാർഗത്തിലല്ല വന്നത്. കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു. നിലത്തെ അനുഭവത്തിന് അല്ലെങ്കിൽ ഫലങ്ങൾക്ക് ഒരു തെറ്റുമില്ല. അവൻ ഉപയോഗശൂന്യമായി കളഞ്ഞതെല്ലാം വാരിക്കൊണ്ടുവന്നു എന്ന് കരുതരുത് കേട്ടോ. എലി കടിച്ചതും വേണ്ടാത്തതുമെല്ലാം കായീൻ കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നത് അവൻ കൊണ്ടുവന്നതിന് എവിടെയും 1 സമ്മാനം ലഭിക്കുവാൻ കഴിയുന്നതായിരുന്നു. തന്റെ കൃഷിവകയിൽ നിന്നും ഏറ്റവും മനോഹരവും രുചികരവുമായതെല്ലാം ആണ് കായീൻ കൊണ്ടുവന്നത്. അവയെല്ലാം ദൈവത്തിന് വഴിപാടായിട്ടാണ് കായീൻ കൊണ്ടുവന്നത്. പ്രശ്നത്തിന്റെ കാതലായ വശമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചു. കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. ചിലർ പറഞ്ഞെന്നിരിക്കും, കായീൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? ഞാനൊരു തെറ്റും കാണുന്നില്ല. ആ പറഞ്ഞത് സത്യമാണെന്നിരിക്കട്ടെ. എങ്കിൽ യൂദായുടെ ലേഖനം നമുക്ക് നോക്കാം. യൂദായുടെ ലേഖനം 11 വാക്യത്തിൽ യൂദാ പറഞ്ഞിരിക്കുന്നത്, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും എന്ന്. എന്താകുന്നു ഈ കായീന്റെ വഴി? കായീൻ ഒരു വഴിപാട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ അവൻ വിശ്വാസത്താലല്ല അത് കൊണ്ടുവന്നത്. മനുഷ്യ സ്വഭാവം ദുഷ്ടതയാണ് എന്നതിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു വഴിപാടാണ് കായീൻ അർപ്പിച്ചത്. എനിക്കും ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും, എനിക്കും പുണ്യപ്രവർത്തികൾ, നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിങ്കിലേക്ക് വരുവാൻ സാധിക്കും എന്ന ആ ചിന്ത. ദൈവം പറഞ്ഞു, ലോകത്തിലേക്ക് വരുന്നതായ ആ വീണ്ടെടുപ്പുകാരനെ ചൂണ്ടിക്കാണിക്കുന്ന ആ രക്തത്താലുള്ള യാഗം കൊണ്ടുവരൂ, ആ അടിസ്ഥാനത്തിൽ കടന്നുവരൂ, അല്ലാതെ നിന്റെ സ്വന്തം പരിശ്രമങ്ങളും കൊണ്ട് വരരുത്. ഇന്ന് അനേകരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വരുന്നത് സ്വന്തം കഴിവുകൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടുമാണ്. തങ്ങൾക്കുള്ള കഴിവുകൾ അത് നോക്കി ദൈവം, എത്ര വലിയൊരാളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിച്ച് അങ്ങ് കെട്ടിപ്പിടിച്ച് അംഗീകരിക്കും എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന തെറ്റായ ആ ചിന്ത. മനുഷ്യൻ ദൈവത്തിൽ നിന്നുമാകുന്നു എന്ന കാര്യവും കായീന്റെ യാഗം അംഗീകരിച്ചിട്ടില്ല. എല്ലാം നല്ലതായിരിക്കുന്നു എന്ന വിധത്തിലാണ് അവൻ പ്രവർത്തിച്ചത്. ഇന്നും ഇങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകരെ നമ്മുടെ സമൂഹത്തിലും പള്ളികളിലുമൊക്കെ കാണാവുന്നതാണ്. അവർ ദൈവത്തിന്റെ സാർവലൗകിക പിതൃത്വവും മനുഷ്യന്റെ സാർവലൗകിക സഹോദരത്വവുമാണ് പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് കേൾക്കാൻ രസകരമായ വിഷയമാണ്. ദൈവം സകല മനുഷ്യരുടെയും സ്നേഹവാനായ പിതാവാണെന്നും നാം എല്ലാം ഒരുപോലെ സഹോദരങ്ങളാകുന്നെന്നും അറിയുന്നത് നല്ലതല്ലേ? എന്നാൽ യാഥാർത്ഥ്യം അതാണോ സുഹൃത്തെ? ഇന്ന് കാര്യങ്ങളെല്ലാം ശരിയായിട്ടല്ല പോകുന്നതെന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കണോ? നാം ആരും തന്നെ ദൈവമക്കളായി ജനിച്ചവരല്ല. ദൈവമക്കളാകുവാൻ നാം വീണ്ടും ജനനം പ്രാപിക്കണം, വീണ്ടും ജനിക്കണം. നാം സ്വാഭാവിക ജനനം ജനിച്ചാൽ മാത്രം പോരാ, വീണ്ടും ജനനമാണ് ആവശ്യം. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നവനാണ്. അത് അംഗീകരിക്കുവാൻ കായീൻ വിസമ്മതിച്ചു. ഇന്നും അനേകർ ആ യാഥാർത്ഥ്യത്തെ, അതായത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നു. മൂന്നാമതായി, കായീന്റെ വഴിപാട് തള്ളിക്കളഞ്ഞത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് അർപ്പിച്ച് ദൈവപ്രസാദം നേടുവാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാര്യം കാണാം എന്നത്രേ കായീൻ ചിന്തിച്ചത്. ദൈവവചനം പറയുന്നു, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചതെന്ന്. തീത്തോസിന്റെ ലേഖനം 3 അധ്യായത്തിന്റെ 5 വാക്യം. കായീനും ഹാബേലും തമ്മിലുള്ള വ്യത്യാസം
സ്വഭാവത്തിലുള്ളതല്ലായിരുന്നു, പിന്നെയോ അവർ കൊണ്ടുവന്ന വഴിപാടിലായിരുന്നു. ഇവർ രണ്ടുപേർക്കും ഒരേ പശ്ചാത്തലമായിരുന്നു. പാരമ്പര്യവും ഒന്നു തന്നെയായിരുന്നു. അവരുടെ ചുറ്റുപാടും ഒന്നു തന്നെയായിരുന്നു. അവർ തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. മദ്യപാനിയായൊരു അപ്പൂപ്പനിൽ നിന്നും കായീനി മോശമായ സ്വഭാവം ലഭിച്ചെന്ന് എന്നോട് പറയരുതേ. അവനൊരു വല്യപ്പനില്ലായിരുന്നല്ലോ. അതുപോലെ ഹാബേലിന് തന്റെ നല്ല സ്വഭാവങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വല്യമ്മച്ചിയിൽ നിന്നും ലഭിച്ചു എന്ന് പറയേണ്ടതില്ല. അങ്ങനൊന്നില്ലായിരുന്നല്ലോ. അവർക്ക് ഒരേ പാരമ്പര്യവും ഒരേ ചുറ്റുപാടുമായിരുന്നു. വ്യത്യാസം അവർ കൊണ്ടുവന്ന വഴിപാടിൽ മാത്രമായിരുന്നു. ആ വഴിപാട് ഇന്നും മനുഷ്യരിൽ ഒരു വ്യത്യാസമുണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ ഞാൻ നല്ലവനായതിനാലാണ് ദൈവ പൈതലായിരിക്കുന്നതെന്ന ചിന്ത ആർക്കും ഉണ്ടാകുവാൻ പാടില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കും മറ്റാരെയും പോലെ താനൊരു പാപിയാണെന്നും തനിക്കും ഒരു വഴിപാട് ആവശ്യമാണെന്നും തനിക്കും ഒരു യാഗം അത്യന്താപേക്ഷിതമാണെന്നും തന്റെ സ്ഥാനം വഹിച്ച് തനിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കണമെന്നും അംഗീകരിക്കുന്നതാണ് ഒരു ദൈവപൈതലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഞാൻ ആ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ പറയാം. മറ്റാരെയും പോലെ താനൊരു പാപിയാണെന്നും തനിക്കും ഒരു വഴിപാട്, ഒരു യാഗം ആവശ്യമാണെന്നും തനിക്കും തന്റെ സ്ഥാനം വഹിച്ച് തനിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ഒരു അവസ്ഥ ആവശ്യമാണെന്നും അംഗീകരിക്കുന്നതാണ് ഒരു ദൈവപൈതലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, റോമാലേഖനം 3:25, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസിന് പിന്നെയും എഴുതുവാൻ സാധിച്ചു, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. റോമാലേഖനം 10:3 ഇന്നും ഒരു വലിയ പങ്ക് ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. തങ്ങളെ തന്നെ എങ്ങനെയെങ്കിലും ദൈവത്തിന് അംഗീകാരയോഗ്യരാക്കുവാൻ അവർ മതത്തിലൂടെ ശ്രമിച്ചു നോക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിൽ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിലൂടെ ചെയ്യുന്നു. അനേകർക്കും ഇന്ന് സഭ ഒരു മതമാണ്. ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്നതിലൂടെ മാത്രമേ ദൈവത്തിന്റെ നീതി നിങ്ങൾക്ക് ലഭിക്കൂ സുഹൃത്തേ. കാരണം അതൊരു പൂർണ്ണ നീതിയായിരിക്കണം. അപൂർണത ദൈവം അംഗീകരിക്കുകയില്ലല്ലോ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് റോമാലേഖനം 4:24 പൗലോസ് പറയുന്നു. അതായത് നമ്മുടെ നീതിക്കായിട്ടാണ് അവനെ ഉയർപ്പിച്ചത്. അവനത്രേ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തത്. 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഫിലിപ്പി ലേഖനം 3:8 വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. കായീന്റെ നീതി തന്റെ സ്വന്തം നീതിയായിരുന്നു, സ്വന്തം പരിശ്രമം. ഹാബേലിന്റെ നീതിയോ ക്രിസ്തുവിന്റെ വലിയ യാഗത്തിലേക്ക് നോക്കുന്ന യാഗത്തിലുള്ള വിശ്വാസമായിരുന്നു. തന്റെ കഴിവിലല്ല, ക്രിസ്തുവിന്റെ യാഗത്തിൽ. കായീനും ഹാബേലും ദൈവത്തെ ആരാധിക്കുവാനായി ഒരുമിച്ച് വന്നത് നാം കണ്ടതാണ്. അവർ രണ്ടുപേരും ഒരേ സാഹചര്യത്തിൽ നിന്നും വന്നവരായിരുന്നു എന്നും നാം കണ്ടു. എന്നാൽ ഇതാ ഒരു വലിയ വ്യത്യാസം ഇപ്പോൾ സംഭവിക്കുന്നു. താൻ കൊണ്ടുവന്ന വഴിപാടിന്മേലുള്ള വലിയ വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ അംഗീകരിക്കപ്പെട്ടു. മറ്റേ വ്യക്തി ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാതെ തള്ളപ്പെട്ടു. ഇവരെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എപ്രകാരമാണ് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് സുഹൃത്തെ? മതം കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്? എപ്രകാരമാകുന്നു സുഹൃത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താങ്കൾ പരിശ്രമിക്കുന്നത്? ഒരു നിമിഷം ചിന്തിക്കൂ. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അർപ്പിക്കുന്ന വഴിപാടുകൾ മാത്രമേ ദൈവം അംഗീകരിക്കൂ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച് ജീവിതം അവനിൽ സമർപ്പിക്കൂ. അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ യാതൊരു പുണ്യപ്രവൃത്തിയും കൂടാതെ രക്ഷിക്കും. അങ്ങനെ ആ രക്ഷയുടെ ഉറപ്പുള്ള ജീവിതം ജീവിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. 4:6-7 ഇനിയും ശ്രദ്ധിച്ചാട്ടെ. എന്നാറെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ?
നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കേണം എന്ന് കൽപ്പിച്ചു. ദൈവം കായീന്റെ വഴിപാട് അംഗീകരിക്കാഞ്ഞതുമൂലം കായീൻ കോപിക്കുന്നു. എന്നാൽ ദൈവം കായീന് രണ്ടാമത് ഒരവസരം കൂടി നൽകുന്നു. തന്റെ സഹോദരനെ കൊന്നുകളയുവാൻ തക്കവണ്ണം കായീൻ കോപിച്ചിരിക്കുകയാണോ? കൽപ്പിച്ചു കൂട്ടിയുള്ള കൊലപാതകത്തിന്റെ പിൻപിൽ എപ്പോഴും കോപം സ്ഥാനം പിടിച്ചിരിക്കും. കാരണം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് കോപിച്ചാൽ കൊലപാതകന് തുല്യം നിങ്ങൾ കുറ്റക്കാരനാണെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കോപത്തിന് പിൻപിൽ അസൂയയും അസൂയയുടെ പിൻപിൽ അഹങ്കാരവും കാണാം. ആത്മീയ അഹങ്കാരത്തിൽ പാപബോധം ഒട്ടും തന്നെയില്ല. യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. കായീന്റെ കോപം കൊലപാതകത്തിലേക്ക് അവനെ നയിച്ചു. എന്നാൽ അതിന്റെ പിന്നിൽ അസൂയയും കോപവും നിറഞ്ഞിരുന്നു. അങ്ങനെ ദൈവം അവനോട് ഇടപെടുന്നു, കായീനോട് ഇടപെടുന്നു. അവൻ കായീനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നിനക്ക് ഉത്കൃഷ്ടത പ്രാപ്യമാണല്ലോ എന്ന ചോദ്യമായിരിക്കും കുറെ കൂടി ഈ ഭാഗം വ്യക്തമാക്കി തരുന്നത്. ഏറ്റവും മൂത്ത ആൺകുട്ടികൾ എപ്പോഴും പ്രമുഖമായ സ്ഥാനത്തായിരുന്നു കാണപ്പെട്ടിരുന്നത്. എന്നാൽ ഇതാ ഇവിടെ കായീൻ ചിന്തിക്കുന്നത് അവൻ ആ സ്ഥാനം നഷ്ടമാകുമെന്നത്രേ. എന്നാൽ ദൈവം അവനോട് പറയുന്നത്, കായീൻ, നീ നല്ലത് പ്രവർത്തിക്കുമെങ്കിൽ നിന്റെ സ്ഥാനം നഷ്ടമാകുവാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. നല്ലത് ചെയ്യുകയെന്നാൽ ഹാബേലിൽ നിന്നും ദൈവം അംഗീകരിച്ചതുപോലുള്ളത് കൊണ്ടുവരിക എന്നത്രേ. അതായത് ഒരു യാഗവും അവൻ പാപിയാകുന്നു എന്നുള്ള പശ്ചാത്താപവും. അതൊന്നും കായീന് സാധ്യമല്ല. അവൻ ആകെ കോപിച്ചിരിക്കുകയാണ്. ദൈവം പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു, ഒരു പാപയാഗം വാതിൽക്കൽ കിടക്കുന്നു. അതായത് ആ ചെറിയ കുഞ്ഞാട് വാതിൽക്കൽ കിടക്കുന്നു പോലും. ആ പറഞ്ഞത് അർത്ഥവത്താണെന്ന് തോന്നുന്നു, കാരണം അതാണല്ലോ സത്യം. എന്നാൽ ഇവിടെ അത് പാപയാഗത്തെ അർത്ഥമാക്കുന്നതാണെന്ന് എനിക്ക് ചിന്തയില്ല. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ സമയം വരെയും അതിനപ്പുറവും, അതായത് മോശയുടെ സമയം വരെ പാപയാഗം എന്നൊന്നില്ലായിരുന്നു. പാപയാഗത്തിന്റെ നിർദ്ദേശങ്ങൾ ലേവ്യ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നതായി നാം വായിക്കുന്നത് ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് 5 യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ്. അവയിൽ ഒന്ന് പാപയാഗമാകും. ന്യായപ്രമാണം നൽകുന്നത് വരെയും പാപയാഗം നിലവിൽ വന്നില്ലായിരുന്നു. അതത്രേ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ആ സമയം വരെ അർപ്പിച്ചിരുന്ന വഴിപാട് ദഹനയാഗമായിരുന്നു. ഇയ്യോബ് തന്റെ സമയത്ത് ദഹനയാഗം അർപ്പിച്ചതായിട്ടാണ് നാം വായിക്കുന്നത്. മോശയുടെ സമയത്തിനു മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയത്രേ ഇയ്യോബ്. ഒരു വിധത്തിലും അത് പാപയാഗമായിരുന്നില്ല. തിരുവചനം പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്കും കാണാൻ സാധിക്കും. താൻ എത്രമാത്രം പാപം ചെയ്യാവുന്ന ഒരു സ്ഥാനത്താകുന്നു എന്ന വസ്തുത കായീൻ ഗ്രഹിച്ചില്ല എന്നത് വ്യക്തമാണ്. ഞാൻ വിശ്വസിക്കുന്നത് പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് ദൈവം കായീനോട് പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത്, നീ എപ്പോൾ വെളിയിലേക്കിറങ്ങിയാലും പാപം ഒരു ദുഷ്ടമൃഗത്തെ പോലെ നിന്നെ വേട്ടയാടുവാൻ തയ്യാറായി വാതിൽക്കൽ കിടക്കുന്നു എന്നത്രേ. ഈ കാരണത്താൽ പാപത്തിന് പരിഹാരമായി ദൈവത്തിന് അംഗീകാരയോഗ്യമായ ഒരു യാഗം കായീൻ ആവശ്യമായിരുന്നു. ഇത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച ഒരു യാഗമാണ്. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്, തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതുമാകൊണ്ടത്രേ എന്ന് 1 യോഹന്നാൻ 3:12 നാം വായിക്കും. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാബേൽ കൊണ്ടുവന്ന വഴിപാട് പോലെ ഒരു ദഹനയാഗം കൊണ്ടുവരിക എന്നത്രേ. അബ്രഹാമും ഒരു ദഹനയാഗം അർപ്പിച്ചതായി നമുക്ക് കാണാം. കാരണം ന്യായപ്രമാണം നൽകുന്നതുവരെ ലംഘനം സാധ്യമല്ലായിരുന്നു. അതായത് ന്യായപ്രമാണത്തിനെതിരായ ഒരു ലംഘനമായി പാപം അതുവരെ വരുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ വാസ്തവത്തിൽ ദൈവം ഈ മനുഷ്യനെ, അതായത് കായീനെ സംരക്ഷിച്ചു. 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ കാണുന്നത്, എന്നാറെ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. കായീൻ ദൈവത്തോട് പറയുന്നത് ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ അധിക പ്രസംഗമാണ് അവൻ സംസാരിക്കുന്നത്. തന്റെ സഹോദരനോടോ ദൈവത്തോടോ യാതൊരു പരിഗണനയും ഇല്ല എന്നത് വ്യക്തമാണല്ലോ. താൻ ചെയ്ത തെറ്റിനെ മറയ്ക്കുവാനുള്ള ശ്രമമാണ് അവനിവിടെ നടത്തുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, മറച്ചുവെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല എന്നത്രേ.
നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള രഹസ്യ പാപമുണ്ടെങ്കിൽ നിങ്ങളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമത്രേ ഈ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ തന്നെ അവയെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവയെല്ലാം ദൈവസന്നിധിയിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസം വരുന്നു. അവിടുന്ന് ഇപ്പോൾ തന്നെ അവയെല്ലാം അറിയുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ തന്നെ വാ തുറന്ന് അവയെല്ലാം ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ കായീൻ താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ബോധിപ്പിക്കുവാനായിട്ടൊരു ശ്രമം നടത്തുകയാണ്. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ? എത്ര നാണം കെട്ട ഒരു ഉത്തരം. ഇന്ന് നാമും മറ്റുള്ളവരെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറില്ലേ സുഹൃത്തെ? 10-ാം വാക്യം, അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കൊല ചെയ്തതിനെക്കുറിച്ച് ഹാബേലിന്റെ രക്തം സംസാരിച്ചു. ക്രിസ്തുവിന്റെ രക്തം വീണ്ടെടുപ്പിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നു. ഇനിയും 11-12 വാക്യങ്ങൾ നോക്കിക്കേ. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ഈ ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ നിലത്തിൽ ഇന്നും ഒരു ശാപം നിലനിൽക്കുന്നു. മനുഷ്യന്റെ പാപം കാരണം നിലത്തിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ വളരെയധികം ഫലസമൃദ്ധമാകേണ്ട പല സ്ഥലങ്ങളിലും മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുക. പണ്ടൊക്കെ നാം കൃഷി ചെയ്താൽ സമ്പാദിച്ചിരുന്ന, നേടിയെടുത്തിരുന്ന ആ ഫലം ഇന്നെവിടെയാണ്? ഭൂമിയിൽ നിന്നും സമൃദ്ധിയായി വല്ലതുമൊക്കെ ഉണ്ടാക്കുവാൻ മനുഷ്യൻ ഇന്ന് പാടുപെടുകയാണ്. അതുകൊണ്ടെന്താ? ആവശ്യമില്ലാത്ത വിഷം മുഴുവൻ അതിനു വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുകയാണ്. അത് മനുഷ്യന് തന്നെ വിപത്തായി പിന്നീട് തീരുന്നു. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നു എന്നത് സത്യമാണ്. ഒരു സഹോദരനാൽ ചിന്തപ്പെട്ട രക്തം. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കായീൻ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. എന്റെ കുറ്റം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എന്റെ ശിക്ഷ എന്നത്രേ വരേണ്ടത്. കായീന്റെ ശിക്ഷ തനിക്ക് വഹിക്കാവുന്നതിനപ്പുറമാണെങ്കിൽ എന്തുകൊണ്ട് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് തെറ്റേറ്റു പറഞ്ഞ് തന്നെ തന്നെ ദൈവകരുണയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല? അവന് വഹിക്കാൻ സാധിക്കാത്തതുപോലെ വലുതായിരുന്നു ആ ശിക്ഷ. പലർക്കും ഇന്ന് ശിക്ഷയാണ് പ്രശ്നം, തങ്ങൾ ചെയ്ത തെറ്റല്ല. എന്നാൽ കായീൻ ദൈവത്തിങ്കിലേക്ക് തിരിയുമെങ്കിൽ ആ രക്ഷകനെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിക്കുവാൻ ശക്തനായ ആ രക്ഷകൻ. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇതാ നീ ഇന്നെന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ നിന്നും എങ്ങനെയെങ്കിലും മറഞ്ഞിരിക്കണമെന്നാണ് കായീൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് സംഭവിച്ചതും. എന്നാൽ ദൈവം അവനെ സംരക്ഷിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് വിചിത്രമായി തോന്നുന്നില്ലേ? ദൈവം ഒരു കൊലയാളിയെ അഥവാ കുറ്റവാളിയെ സംരക്ഷിക്കുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കായീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു. ആ അടയാളം എന്തായിരുന്നു എന്നെനിക്കറിയില്ല. ഇതേ സംബന്ധിച്ച് വളരെയധികം ഊഹാപോഹങ്ങളുണ്ട്. അതിൻ്റെ പുറത്ത് എൻ്റെ ഊഹാപോഹം കൂടി ഞാൻ ഇടേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ദൈവം കായീനെ സംരക്ഷിക്കുന്നു. ഈ പറഞ്ഞ സമയത്ത് ന്യായപ്രമാണം ഒന്നും നൽകിയിരുന്നില്ല. കായീൻ ഒരു പാപിയായിരുന്നു. എന്നാൽ അവനൊരു ലംഘനക്കാരനല്ലായിരുന്നു. കാരണം കൊലപാതകം സംബന്ധിച്ച് യാതൊരു പ്രമാണവും നൽകിയിരുന്നില്ലല്ലോ. അവന്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അംഗീകാരയോഗ്യമായ വഴിപാട് അവൻ കൊണ്ടുവന്നില്ല എന്നതത്രേ. അവൻ കൊണ്ടുവന്നതിൽ അവന്റെ പ്രവർത്തനം ദുഷ്ടത നിറഞ്ഞതായിരുന്നു. തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞതിലൂടെ ആ ദുഷ്ട സ്വഭാവം അവൻ വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കായീന്റെ സന്തതികളെക്കുറിച്ച് ദൈവമില്ലാത്തൊരു സംസ്കാരത്തെക്കുറിച്ചത്രേ ചിന്തിക്കുവാൻ പോകുന്നത്. കായീൻ ദൈവത്തിങ്കൽ നിന്നും മാറി ദൈവത്തെ കൂടാതെയുള്ള ഒരു സംസ്കാരം സ്ഥാപിക്കുന്നതായി നാം കാണുന്നു. കായീന്റെ സന്തതികൾ ദൈവത്തെ തള്ളിക്കളയുന്നു. 16-ാം വാക്യത്തിൽ, അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഈ നോദ് എവിടെയാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എന്നാൽ സഭയിൽ സജീവമായി പങ്കുകൊള്ളുമ്പോൾ തന്നെ നോദ് പ്രദേശത്ത് പാർക്കുന്ന അനേകരെ എനിക്കറിയാം. ഈ സ്ഥലം എവിടെയാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതേക്കുറിച്ച് കുറെ അനുമാനങ്ങളുണ്ട്. എന്നാൽ നാം വായിക്കുന്നത് കായീൻ ആ സ്ഥലത്ത് പോയി പാർത്തു എന്നാണ്. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു.
അന്നു മുതൽ മനുഷ്യർ ഇതേ കാര്യം ആവർത്തിക്കുന്നതായി നാം കാണുന്നു. പട്ടണങ്ങൾക്കും തെരുവുകൾക്കുമെല്ലാം തങ്ങളുടെ പേരിടുവാൻ മനുഷ്യർക്ക് താല്പര്യമാണല്ലോ. പ്രിയപ്പെട്ടവരുടെ പേരിൽ സ്കൂളുകളും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നത് കണ്ടിട്ടില്ലേ? കായിന്റെ വഴിയിലാണെങ്കിലും ദൈവമക്കളാണെങ്കിലും അങ്ങനെ ചെയ്യുവാൻ മനുഷ്യർക്ക് വലിയ താല്പര്യമാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, അതായത് പട്ടണ ജീവിതം ആരംഭിച്ചത് ഇവിടെയാകും. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. മകന്റെ പേര് പട്ടണത്തിനിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന് ഇന്നുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതായ ഒന്നത്ര ഈ പട്ടണങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പട്ടണങ്ങളിലേക്ക് പടകൂടുന്നതാണ് നാം കാണുന്നത്. ഇന്ന് നാം പഠിച്ച പാഠം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ച ആ ഉന്നതമായ ഉദാഹരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ സാധിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് തന്നിട്ടുള്ള എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. അതൊരിക്കലും ഞങ്ങൾ സ്വാർത്ഥ ലക്ഷ്യത്തോടും സ്ഥാപിത താല്പര്യത്തോടും ഉപയോഗിക്കാതിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് തന്നിട്ടുള്ളതൊക്കെ ദൈവനാമ മഹത്വത്തിനായി തീരേണ്ടതിന് ശ്രദ്ധയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടും കൂടെ ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം ശ്രദ്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഞങ്ങളോടൊപ്പം വചനം പഠിക്കുവാൻ ഒരുമിച്ച് കൂടിയതിന് നന്ദി. തുടർന്നും ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.